എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് അവധിയാണ്, പൊതു അവധിയാണ്. നേരത്തെ 27-ാം തീയതി പെരുന്നാൾ വരും എന്നുള്ള കലണ്ടർ അവധിയുടെ പശ്ചാത്തലത്തിലാണ് 27-ാം തീയതി അവധി അനുവദിച്ചിരുന്നത്. പിന്നീട് വലിയ പെരുന്നാൾ 28-ലേക്ക് മാറിയ സാഹചര്യത്തിലാണ് 28-നും കൂടി അവധി അനുവദിച്ചത്. ആ ഒരു സമയത്ത് 27-ലെ അവധി ഒഴിവാക്കാതെയാണ് 28-ന് കൂടി അവധി അനുവദിച്ചത്. അങ്ങനെയാണ് 2 ദിവസം തുടർച്ചയായിട്ടുള്ള അവധിയുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. നാളെ സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കുകളും പ്രവർത്തിക്കുകയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ആദ്യത്തെ അറിയിപ്പ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടേതാണ്. അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള വിജിലൻസിന്റെ പുതിയ കർമ്മ പദ്ധതി പ്രോജക്റ്റ് സീറോ തിരുവനന്തപുരത്ത് ഇന്ന് പ്രഖ്യാപിച്ചു. അഴിമതിയില്ലാതെ സേവനം ലഭ്യമാക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണ് എന്ന് ബോധത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് ഫേസ്ബുക്കിലൂടെ രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ ദൃശ്യങ്ങളായി പകർത്തി വിജിലൻസിന്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരം നൽകുന്ന ആളുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥരെയും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ല. 1969-ലെ വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മിന്നൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും അഴിമതിമുക്തമായ ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ വിവിധ സ്വപ്ന പദ്ധതികൾക്ക് പിന്തുണ തേടി പ്രധാനമന്ത്രിയുമായി ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് വി.ഡി. സതീശൻ ഇന്ന് നടത്തിയത്. മുനമ്പം വിഷയം ഉടനെ പരിഹരിക്കുമെന്നും മുനമ്പത്ത് നിയമപരമായ ഇടപെടലുകൾ നടത്തുമെന്നും ആരെയും അവിടെ നിന്ന് ഇറക്കിവിടില്ല എന്നും കഴിഞ്ഞ സർക്കാർ ചെയ്തത് സംഘപരിവാർ അജണ്ടയാണ് എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഫലം പ്രസിദ്ധീകരിച്ചു. വിജയശതമാനം 77.97 ആണ്. 2,90,398 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്ത് കാത്തിരുന്ന മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക്, അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 500, 200 രൂപയുടെ കുറവുണ്ട്. അങ്ങനെയുള്ളവർക്ക് 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുന്നത്. 2000-ൽ ബാക്കി തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇന്നലെ തന്നെ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് പെൻഷൻ തുകയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക അയച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. ഇത് പ്രകാരം നമ്മൾ നിങ്ങളെ ആ ഒരു വിവരം അറിയിച്ചതാണ്. ഇന്നലെ പല ആളുകൾക്കും തുക എത്തും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആർക്കും അത് എത്തിയതായിട്ടുള്ള അറിയിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണ് UDF സർക്കാരിന്റെ ആദ്യ കടമെടുപ്പ് നടക്കുന്നത്. അത് കഴിഞ്ഞേ പെൻഷൻ വിതരണം ഉണ്ടാകൂ എന്ന് പല ആളുകളും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ കയ്യിൽ വിതരണം താമസിക്കും. കയ്യിൽ പെൻഷൻ വിതരണത്തിന് വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. വെള്ളിയാഴ്ച തന്നെ ചില ആളുകൾക്ക് എത്തിക്കൊള്ളണമെന്നില്ല. കാരണം ഇനി നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് പൊതു അവധിയാണ്. ബാങ്കുകൾ പ്രവർത്തിക്കില്ല, ട്രഷറി പ്രവർത്തിക്കില്ല, സർവീസ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തണം. പിന്നെ പെൻഷൻ തുകക്ക് ആവശ്യമായിട്ടുള്ള തുക ട്രഷറിയിൽ നിന്നും കൈമാറി എടുക്കേണ്ടതുണ്ട്. അത് വെള്ളിയാഴ്ചയെ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ അവർ കാണുന്ന ആളുകൾക്കൊക്കെ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും. പിന്നീട് വീടുകളിലൊക്കെ വിതരണം ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ട് സജീവമാകുന്നതാണ്. 5-ാം തീയതിക്കുള്ളിൽ, ജൂൺ 5-ന് മുമ്പ് എല്ലാവർക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 2000 രൂപ മെയ് മാസത്തെ തുക മാത്രമാണ്, 2000 രൂപ മാത്രമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം 2 മാസത്തേത്, ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയൊക്കെ 2 മാസത്തേത് കുടിശ്ശികയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയുണ്ട്. അത്തരത്തിലുള്ള ഒരു അറിയിപ്പും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. സേവന പെൻഷൻ വിഭാഗത്തിനും അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജൂൺ മുതൽ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷ മാത്രമാണ്. അത് LDF സർക്കാർ തുടങ്ങുകയും നിർത്തുകയും ചെയ്ത പരിപാടിയാണ്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ജനങ്ങളെല്ലാം അപേക്ഷ നൽകി കാത്തിരുന്ന്
ഫെബ്രുവരിയോടുകൂടി വിതരണം ആരംഭിച്ചു. മാർച്ചിലും കൊടുത്തു, പിന്നീട് അത് കൊടുത്തില്ല. ഏപ്രിൽ മാസത്തിലും പിണറായി സർക്കാരിന്റെ കാലം തന്നെയായിരുന്നു, LDF സർക്കാരിന്റെ കാലമായിരുന്നു, അവർക്കത് വിതരണം ചെയ്യാമായിരുന്നു. പക്ഷെ അത് വിതരണം ചെയ്തില്ല. ഇപ്പോൾ LDF പറയുന്നത് കരുതൽ ധനമായിട്ട് 1800 കോടി രൂപ ട്രഷറിയിൽ നീക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF സർക്കാർ ഇപ്പോൾ പെൻഷൻ പെട്ടെന്ന് വിതരണം ചെയ്തത് എന്നാണ്. അപ്പോൾ 300 കോടി രൂപ മതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി. പക്ഷെ അത് അവർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നിർത്തിയ പദ്ധതിയാണത്. അത് ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പുനഃസ്ഥാപിക്കുക ജൂൺ മാസം മുതൽ പുനഃസ്ഥാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ദൂരേക്കും ബൈ.